കേരള സ്റ്റൈൽ മസാലപ്പൊടി വീട്ടിൽ തയ്യാറാക്കാനായിട്ട് കസ്കസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഏലക്ക എടുത്തിട്ടുണ്ട്, പിന്നെ എടുത്തിരിക്കുന്നത് ഗ്രാമ്പുവാണ്, പിന്നെ എടുത്തിരിക്കുന്നത് കറുകപ്പട്ടയാണ് കേട്ടോ, പിന്നെ ജാതിപത്രി 2 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പെരിഞ്ജീരകമാണ്, ജീരകം അല്ല കേട്ടോ, പെരിഞ്ജീരകമാണ്. പിന്നെ 2 ജാതിക്ക നല്ലപോലെ ഉണങ്ങിയത് എടുത്തിട്ടുണ്ട്, 3 ചുക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ തക്കോലം. ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ കേരള സ്റ്റൈൽ മസാലപ്പൊടി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ പാനിൽ നമുക്കിനി വറുത്തെടുക്കാം. ഒത്തിരി വറുത്തങ്ങ് പോകണമെന്നില്ല, ആ ഒരു പച്ച മണം മാറുന്നത് ആണ് ഇതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത്. പിന്നെ ഇതെല്ലാം ഒന്ന് പൊടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലപോലെ പൊടിഞ്ഞു വരും. ആ ജാതിപത്രിയൊക്കെ കണ്ടോ നല്ലതായിട്ട് പൊടിഞ്ഞു വന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് കണക്ക്. നല്ലതുപോലെ ഉണങ്ങിയ മിക്സിയുടെ ജാറിലേക്ക് വേണം ഇത് ഇടാനായിട്ട് കേട്ടോ. അപ്പോൾ ചുക്കും അതുപോലെ തന്നെ ജാതിക്കയും നമുക്ക് ഒന്നിടിച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അത്രയും നന്നായിട്ട് പൊടിയാൻ വേണ്ടിയിട്ടാണ്. അത് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ മസാലപ്പൊടി റെഡി ആയി. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. വീണ്ടും നല്ല സൂപ്പർ വീഡിയോ ആയിട്ട് കാണാൻ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ.